Classification of elements and periodicity in properties. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. 45 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ വരിക. നമുക്കതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എലമെന്റ് വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s2, 4p6, 4d10, 5s2, 5p3 belongs to the following group of the periodic table. So, question group കണ്ടുപിടിക്കാനാണ്. Last electron enters in p subshell. p subshellലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തതെങ്കിൽ p ബ്ലോക്കാണ്. p ബ്ലോക്കിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ p ഇലക്ട്രോൺ ദറ്റ് ഈസ് 3 പ്ലസ് അതിൻ്റെ കൂടെ 12 ആഡ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. സോ അറ്റോമിക് നമ്പർ 51 വരുന്ന ഈ എലമെന്റിന്റെ ഗ്രൂപ്പ് 15 ആണ്. 15 എന്ന് പറയുമ്പോൾ എനിക്കത് ഗ്രൂപ്പ് 5A എന്നും പറഞ്ഞുകൂടെ. റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സിനെ എ എന്നും ട്രാൻസിഷൻ എലമെന്റ്സിനെ ബി എന്നും റെപ്രസെന്റ് ചെയ്ത് പീരിയോഡിക് ടേബിൾ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ. സോ 5A എന്നും നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? 5th ഗ്രൂപ്പ്. മനസ്സിലായോ? പി ബ്ലോക്ക് ആണ് എങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ എത്ര കൂട്ടണം? 12 കൂട്ടണം. അപ്പോൾ 3 + 12 നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ആൻസർ ഈസ് 5th one. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. നമുക്ക് കുറേ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് അസസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the properties of elements are the periodic function of their atomic number. മോസ്റ്റ്ലി പീരിയോഡിക് ലോ ആണ് അവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. Properties of elements are the periodic function of their atomic numbers. Correct ആണ് സ്റ്റേറ്റ്മെന്റ്. Non-metallic elements are lesser in number than metallic elements. നോൺ മെറ്റൽസിന്റെ എണ്ണം മെറ്റൽ എലമെന്റ്സിനേക്കാൾ കുറവാണ്. പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പി ബ്ലോക്കിൽ വളരെ കുറച്ച് എലമെന്റ്സ് മാത്രമേ മെറ്റൽ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ വളരെ കുറച്ച് എലമെന്റ്സ് മാത്രമേ നോൺ മെറ്റൽ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ മെറ്റലാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ദ ഫസ്റ്റ് അയണൈസേഷൻ എനർജീസ് ഓഫ് എലമെന്റ്സ് എലോങ് എ പീരീഡ് ഡു നോട്ട് വേരി ഇൻ എ റെഗുലർ മാനർ വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഒരു പീരീഡിലെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി റെഗുലർ മാനറിലല്ല വേരി ചെയ്യുന്നത്. കറക്റ്റ് ആണ്. ഹാഫ്ലി ഫിൽഡ് സബ്ഷെല്ലുകളോ ഫുള്ളി ഫിൽഡ് സബ്ഷെല്ലുകളോ ഉണ്ട് എങ്കിൽ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. അയണൈസേഷൻ എനർജിയുടെ ഓർഡറിൽ ചേഞ്ച് വരാം. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫോർ ട്രാൻസിഷൻ എലമെന്റ്സ് ദ ഡി സബ്ഷെൽസ് ആർ ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് മോണോട്ടോണിക്കലി വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. ഡി സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് മോണോട്ടോണിക്കലി ഒന്ന് വീതമാണ്. D1, D2, D3, D4, D5 ഓരോ ഇലക്ട്രോൺ വീതമാണ് കൂടി വരുന്നത് എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റ് ആണോ? കോപ്പർ ആൻഡ് ക്രോമിയത്തിന്റെ കേസിൽ ഇത് റോങ് ആണെന്ന് നമുക്ക് കാണാം. അപ്പോ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ്. For transition elements, the d subshells are filled with electrons monotonically അല്ല. അതെന്താണ്? ചില എക്സെപ്ഷൻസ് വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. Question number 3. An element X occurs in short period having configuration ns2 np1. X എന്ന് പറയുന്ന എലമെന്റ് ഒരു ഷോർട്ട് പീരീഡിലാണ് ഒക്കർ ചെയ്യുന്നത്. കോൺഫിഗറേഷൻ ns2 np1. അത് 13th ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാം. സോ ഇത് ഫോർമുല ഓഫ് ആൻഡ് നേച്ചർ ഓഫ് ഇറ്റ്സ്. അപ്പോൾ 13th ഫോം ആകുമ്പോൾ വാലൻസി 3 ആണ്, ഓക്സിജന്റെ വാലൻസി 2 ആണ്. സോ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ X2O3 എന്ന് കിട്ടും. സോ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? X2O3 ആണ്.
X2O3 എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ആംഫോട്ടറിക് ഓർ ബേസിക്. കണ്ണും പൂട്ടി നമുക്ക് 13th ഗ്രൂപ്പിൽ പറയാം ആംഫോട്ടറിക് ആണെന്ന്. സോ തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, റീസൺ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെയും റിലേഷനാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 വരികയാണെങ്കിൽ നോമൻക്ലേച്ചർ എങ്ങനെ കൊടുക്കും എന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. 112 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ള ഒരു എലമെന്റിന്റെ പേര് ഉനുൻബിയം എന്നാണ്. ഉനുൻബിയം അല്ലെങ്കിൽ ഉനുൻബയം എന്ന് പറയാം. അതിനൊരു റീസൺ പറഞ്ഞിരിക്കുന്നത് 1 എന്ന് പറയുന്ന ഡിജിറ്റിനെ ഉന്നെന്നും 2 എന്ന് പറയുന്ന ഡിജിറ്റിനെ ബൈ എന്നും എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു. 1നെ ഉന്നെന്നും 2നെ ബൈ എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. സോ നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ ഉന്നാണ്, 2 എന്ന് പറഞ്ഞാൽ ബൈ ആണ്, 3 എന്ന് പറഞ്ഞാൽ ട്രൈ ആണ്. ഇങ്ങനെ തന്നെയാണ് IUPAC കൺവെൻഷൻ പറയുന്നതും. സോ അസേർഷൻ എന്താണ്, കറക്റ്റ് ആണ്. 112 എന്ന് പറയുന്ന എലമെന്റിന്റെ പേര് ഉനുൻബിയം എന്ന് തന്നെയാണ്. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ 1 എന്ന് പറയുന്ന ഡിജിറ്റിന് ഉന്നെന്നും 2 എന്ന് പറയുന്ന ഡിജിറ്റിന് ബൈ എന്നും കൊടുത്തു തന്നെയാണ് പേരെഴുതിയത്. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. റീസൺ ആയി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അസേർഷന്റെ എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 ക്ലിയർ ആയല്ലോ. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് IUPAC നോമൻക്ലേച്ചർ അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 വരുമ്പോൾ എങ്ങനെയാണ് IUPAC നോമൻക്ലേച്ചർ ചെയ്യുക എന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. അക്കോർഡിംഗ് ടു ദ പീരിയോഡിക് ലോ. പീരിയോഡിക് ലോ അറിയാമല്ലോ. The variation of properties of elements is related to their atomic number. കണ്ണും കൂട്ടി പറയാം. എന്തുകൊണ്ടാണ്? മോസ്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. പീരിയോഡിക് ലോ എന്താ മോസ്റ്റ്ലി പറഞ്ഞ? മോഡേൺ പീരിയോഡിക് ലോ എന്താ പറഞ്ഞത്? The properties of the physical and chemical properties of an element is the periodic function of their atomic number. അപ്പോൾ ഏതാണ് ക്വസ്റ്റ്യൻ 5ന്റെ ആൻസർ? അറ്റോമിക് നമ്പർ എന്ന് പറയാം. Question number 6. Which of the following elements A, B, C, D and E with atomic number 3, 11, 15, 18, 19? അതായത് A എന്ന് പറയുന്നത് 3, B എന്ന് പറയുന്നത് 11, C എന്ന് പറയുന്നത് 15, D എന്ന് പറയുന്നത് 18, E എന്ന് പറയുന്നത് 19. സോ ഇവരുടെ എല്ലാം സബ്ഷനിൽ ഒന്ന് എഴുതിക്കേ. 1s2 2s1, 1s2 2s2 2p6 3s1, 1s2 2s2 2p6 3s2 3p3, 1s2 2s2 2p6 3s2 3p6, 1s2 2s2 2p6 3s2 3p6 4s1. ഓക്കെ, സോ സെയിം ഗ്രൂപ്പിൽ വരുന്നത് ഏതൊക്കെയെന്നാണ് ചോദ്യം. അപ്പൊ എന്താ നമുക്ക് നോക്കാം. ദിസ് വൺ ഈസ് എസ് ബ്ലോക്ക്, ദിസ് വൺ ഈസ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, പി ബ്ലോക്ക്, എസ് ബ്ലോക്ക്. ഇനി ഇതിന്റെ ഗ്രൂപ്പുകളാണ് നമുക്ക് വേണ്ടുന്നത്. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന്റെ വാലൻസ് എസിലെ ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ്, ബി എന്ന് പറയുന്നതും ഫസ്റ്റ് ഗ്രൂപ്പ്. പി ബ്ലോക്ക് ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോണിന്റെ കൂടെ 12 കൂട്ടണം. അപ്പോ സി 15ാമത്തെ ഗ്രൂപ്പ്, ഡി 18ാമത്തെ ഗ്രൂപ്പ്, ഇ ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോ എ ബി ഇ ഇതല്ലേ സെയിം ഗ്രൂപ്പിൽ വരുന്നത്? ആണോ? ഇതല്ലേ സെയിം ഗ്രൂപ്പിൽ വരുന്നത്? സോ ആൻസർ ഈസ് എ ബി ഇ. ആൻസർ ഏതാണ് വരിക? എ ബി ഇ. Question number 7. Which one has least ionization potential?
സോ ഈ എലമെന്റ്സ് എല്ലാം തന്നെ ഒരു പീരീഡ് എലമെന്റ്സ് അല്ലേ? നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യും? കൂടുവോ കുറയോ? കൂടും, അറ്റോമിക് സൈസ് കൂടുന്നത് കൊണ്ട്. സോ നമുക്കറിയാം ലീസ്റ്റ് അയണൈസേഷൻ എനർജി നൈട്രജൻ ആണ് വരേണ്ടത്. പക്ഷെ നൈട്രജനും ഓക്സിജനും കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജനിൽ ഒരു ഹാഫ്ലി ഫിൽഡ് പി ഓർബിറ്റൽ ഇല്ലേ? നൈട്രജനിൽ ഒരു ഹാഫ്ലി ഫിൽഡ് പി ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ആരേക്കാൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും? ഓക്സിജനേക്കാൾ കൂടുതലായിരിക്കില്ലേ? അപ്പോൾ ഓർഡർ ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നായി മാറും. കാരണം നൈട്രജനിൽ ഹാഫ്ലി ഫിൽഡ് പി സബ്ഷെൽ ഉണ്ട്. സോ ലീസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഏതിനാണ് എന്ന് ചോദിച്ചാൽ അപ്പൊ എനിക്ക് എന്ത് പറയാം? ഓക്സിജൻ ആണ്. ക്ലിയർ? എന്തുകൊണ്ടാണ് ഓക്സിജൻ ലീസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ആയത്? ഓക്സിജന് തൊട്ട് മുൻപിൽ വരുന്ന അല്ലെങ്കിൽ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ 7th അറ്റോമിക് നമ്പർ ഉള്ള നൈട്രജനിൽ ഹാഫ്ലി ഫിൽഡ് പി ഓർബിറ്റൽ ഉള്ളത് കൊണ്ട്. Question number 8. The first ionization potential in electron volts of nitrogen and oxygen atoms are respectively. Nitrogen atomic number 7, oxygen atomic number 8. Comparatively നമ്മൾ പറയും ഓക്സിജൻ ആണ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ നൈട്രജനേക്കാൾ കൂടുതൽ എന്ന്. ബട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൈട്രജനിൽ ഹാഫ്ലി ഫിൽഡ് പി ഓർബിറ്റൽ ഉണ്ട്. ഹാഫ്ലി ഫിൽഡ് പി ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ നൈട്രജൻ ഓക്സിജനേക്കാൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ എനർജി കൊടുക്കേണ്ടേ? സോ ദ ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇപ്പോൾ എങ്ങനെ വരും? ഓക്സിജൻ ലെസ് ദാൻ നൈട്രജൻ വരും. ഓക്സിജന് കുറവും നൈട്രജന് കൂടുതലുമായിരിക്കും. അങ്ങനെ വരുന്ന വാല്യൂ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അതായത് നൈട്രജൻ 14.6, ഓക്സിജൻ 13.6. So the answer is option A, 14.6 and 13.6 respectively. Question number 9. അയോണിക് റേഡിയേ. ഇതിലേതാണ് അയോണിക് റേഡിയയുടെ കറക്റ്റ് ഓർഡർ? നമുക്കറിയാം കാറ്റയോൺസ് ആർ ഓൾവേസ് സ്മോളർ ദാൻ പേരന്റ് ആറ്റം, ആനയോൺസ് ആർ ഓൾവേസ് ലാർജർ ദാൻ പേരന്റ് ആറ്റം. സോ ടൈറ്റാനിയം 4+ മാംഗനീസ് 2+ നോക്കി കഴിയുമ്പോൾ അയോണിക് റേഡിയയുടെ ഓർഡർ തെറ്റാണ്. ആനയോണും കാറ്റയോണും വന്നാൽ ആനയോണിനാണ് കൂടുതൽ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തത് എന്താണ്? P3+ ഗ്രേറ്റർ ദാൻ P5+ അല്ലേ? അതായത് പോസിറ്റീവ് ചാർജ് കൂടുന്തോറും അയോണിക് റേഡിയേ കുറയുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് 3+, 5+ ആവുന്നു. അപ്പോൾ അയോണിക് റേഡിയ ഇവിടെ എന്താണ്? കറക്റ്റ് ഓർഡർ ആണ്. സോ അയോണിക് റേഡിയയുടെ കറക്റ്റ് ഓപ്ഷൻ P3+ ഗ്രേറ്റർ ദാൻ P5+, ഓപ്ഷൻ സി ആണ്. Question number 10. Which ionization potential in the following equation involves the greatest amount of energy? സോഡിയം പ്ലസ് ആകുന്നു, K+K2+ ആവുന്നു, C2+C3+ ആവുന്നു, Ca+Ca2+ ആവുന്നു. ഇവിടെ എല്ലാം ഒരു ഇലക്ട്രോൺ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? റിമൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ സെക്കൻഡ് ഓപ്ഷനിലേക്ക് നോക്കിയേ, പൊട്ടാസ്യം K+ എന്ന് പറയുമ്പോൾ എത്ര? 18 ഇലക്ട്രോൺ അല്ലേ അതിനകത്തുള്ളൂ. അപ്പൊ 18 എന്ന് പറയുമ്പോൾ അതെന്തായി കഴിഞ്ഞു? ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആയ കോൺഫിഗറേഷൻ അല്ലേ? ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആയ കോൺഫിഗറേഷനിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ എനർജി കൊടുക്കേണ്ടേ? സോ അപ്പൊ ഏതായിരിക്കും? സെക്കൻഡ് ഓപ്ഷൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 10 കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ ആൻസർ ഓപ്ഷൻ ബി. സ്റ്റേബിൾ ആയിരിക്കുന്ന കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ്ട്രാ എനർജി കൊടുത്തിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹാലജൻ. മെറ്റൽസിന് റിയാക്ടിവിറ്റി പറയുന്നത് പോലെ തന്നെ ഹാലജൻസിനും റിയാക്ടിവിറ്റി ഉണ്ട്. 17th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഹാലജൻ എന്ന് പറയുന്നത്. ഹാലജൻസിന്റെ റിയാക്ടിവിറ്റി ഡൗൺ ദ ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യുന്നതായി കാണാം. സോ ഹാലജൻസ് ഡൗൺ ദ ഗ്രൂപ്പിലെ എലമെന്റ്സ് എങ്ങനെയാണ് പോവുക? ഫ്ലൂറിൻ, ഡൗൺ ദ ഗ്രൂപ്പിലെ എലമെന്റ്സ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. സോ ഡൗൺ ദ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു? റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഡൗൺ ദ ഗ്രൂപ്പിൽ റിയാക്ടിവിറ്റി എന്താ?
കുറയുകയാണ്. അങ്ങനെയെങ്കിൽ കറക്റ്റ് ഓർഡർ എങ്ങനെ വരും? ഫ്ലൂറിൻ ആയിരിക്കും റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. ഫ്ലൂറിൻ കഴിഞ്ഞാൽ ക്ലോറിൻ, ക്ലോറിൻ കഴിഞ്ഞാൽ ബ്രോമിൻ, ബ്രോമിൻ കഴിഞ്ഞാൽ അയഡിൻ. സോ ദ കറക്റ്റ് ഓർഡർ ഫോർ റിയാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരുന്നുണ്ട്? ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ, ഗ്രേറ്റർ ദാൻ ബ്രോമിൻ, ഗ്രേറ്റർ ദാൻ അയഡിൻ. First option is the right one. Question number 11. The correct order of reactivity of halogen decreases down the group. Therefore, answer is fluorine greater than chlorine, greater than bromine, greater than iodine. Okay. Then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 12. Question number 12 എന്ന് പറയുന്നത് assertion reason type ആണ്. എന്താണ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, അസേർഷനായി നമ്മൾക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും, റീസൺ ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും. ഈ സ്റ്റേറ്റ്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. അസേർഷൻ: ദ അറ്റോമിക് റേഡിയേ ഓഫ് സോഡിയം ഈസ് സ്മോളർ ദാൻ കാൽഷ്യം എന്നാണ് പറഞ്ഞത്. അറ്റോമിക് റേഡിയേ ഓഫ് സോഡിയം ഈസ് സ്മോളർ ദാൻ കാൽഷ്യം. റീസൺ ആയിട്ട് പറഞ്ഞു കാൽഷ്യം ഹാസ് ലോവർ ന്യൂക്ലിയർ ചാർജ് ദാൻ സോഡിയം. ഇതായിരുന്നു നമ്മുടെ എന്ത്? അസേർഷനും റീസണും. അറ്റോമിക് റേഡിയേ ഓഫ് സോഡിയം ഈസ് സ്മോളർ ദാൻ കാൽഷ്യം. സോഡിയം അറ്റോമിക് നമ്പർ 11, കാൽഷ്യം അറ്റോമിക് നമ്പർ 20. സോഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281, calcium electronic configuration 2882. So number of shells is greater in calcium. അപ്പോൾ എനിക്ക് അസേർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? അസേർഷന്റെ അറ്റോമിക് റേഡിയേ, അസേർഷനിൽ പറഞ്ഞ എന്താ? സോഡിയത്തിന്റെ അറ്റോമിക് റേഡിയേ കാൽഷ്യത്തേക്കാൾ കുറവാണ്. സോ ഇവിടെ നമുക്ക് അങ്ങനല്ലേ കിട്ടിയത്? കാൽഷ്യത്തിന് 4 ഷെല്ല്, സോഡിയത്തിന് 3 ഷെല്ല്. അതുകൊണ്ട് കാൽഷ്യത്തിനാണ് അറ്റോമിക് റേഡിയേ കൂടുതൽ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായി കഴിഞ്ഞു? നമുക്ക് കറക്റ്റ് ആയി കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായി കഴിഞ്ഞു? കറക്റ്റ്, അസേർഷൻ കറക്റ്റ് ആണ്. 2, കാൽഷ്യം ഹാസ് എ ലോവർ ന്യൂക്ലിയർ ചാർജ് ദാൻ സോഡിയം. സോഡിയത്തിന്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് +11ഉം കാൽഷ്യത്തിന്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് +20 അല്ലേ? പ്രോട്ടോണിന്റെ എണ്ണമല്ലേ ന്യൂക്ലിയർ ചാർജ്? സോ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താ? തെറ്റല്ലേ? അസേർഷൻ കറക്റ്റ്, റീസൺ ഈസ് ഇൻകറക്റ്റ്. അങ്ങനെ പറയുമ്പോൾ ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക? ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക? അസേർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ ആൻസർ. Atomic radius of sodium is smaller than calcium is the right statement. Calcium has lower nuclear charge than sodium എന്ന് പറയുന്നത് wrong statement. Question number 13. The ionic radii of N3- O2- F- Na+ ആണ് ചോദ്യം. സോ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന 3 എണ്ണവും എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. What is isoelectronic species? The species which contain same number of electrons. Same number of electrons വരുന്നതിനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. N3- 10 electron, O2- 10 electron, F- 10 electron, Na+ 10 electron. അയണിക് റേഡിയയുടെ ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചത്. സോ നമുക്കറിയാം ആനയോൺസ് ഐസോ ഇലക്ട്രോൺസിൽ നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എന്താ പറയേണ്ടത്? നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് വന്നാൽ റേഡിയേ കൂടുതലായിരിക്കും. സോ നോക്കിക്കേ, നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പറയാം? N3- അല്ലേ? N3- അല്ലേ നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ്. 3- കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഓക്സിജൻ അല്ലേ? അത് കഴിഞ്ഞാൽ F- അല്ലേ? അത് കഴിഞ്ഞല്ലേ സോഡിയം വരുന്നുള്ളൂ. അപ്പൊ നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ഹാവ് ഗ്രേറ്റർ അയോണിക് റേഡിയേ. പോസിറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ഹാവ് ലെസർ അയോണിക് റേഡിയേ. സോ ഓർഡർ അപ്പൊ ഏത് വരും? N3- ഗ്രേറ്റർ ദാൻ O2- ഗ്രേറ്റർ ദാൻ F- ഗ്രേറ്റർ ദാൻ Na+ എന്ന് എനിക്ക് പറയാം. സോ
ആൻസർ എന്ന് പറയുമ്പോൾ ഏത് വരുന്നു മക്കളെ? N3 മൈനസ് ഗ്രേറ്റർ ദാൻ O2 മൈനസ് ഗ്രേറ്റർ ദാൻ F മൈനസ് ഗ്രേറ്റർ ദാൻ Na പ്ലസ്. റീസൺ എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡിനായിരിക്കും അയോണിക് റേഡിയെ കൂടുതൽ. ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്കാണ് പോവുക. Which of the following species has the highest electron affinity? ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുള്ളത് ഏതിന്? ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമല്ലോ. ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുള്ളത് ഏതിന് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫ്ലൂറിൻ, ഓക്സിജൻ, O മൈനസ് Na പ്ലസ്. കണ്ണും പൂട്ടി നമുക്ക് ആൻസർ പറയാം. ഏതാണ്? ഫ്ലൂറിൻ ആണ് ഹൈയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി. കാരണം ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. ഒരു ഇലക്ട്രോണിനെ കൂടി അക്സെപ്റ്റ് ചെയ്താൽ ഫ്ലൂറിൻ സ്റ്റേബിൾ ആകും. സോ ഫ്ലൂറിൻ ആണ് ഹൈയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 15. നമ്മൾക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ടല്ലാതെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ. സോ ഫസ്റ്റ് വൺ അറ്റോമിക് റേഡിയസുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അറ്റോമിക് റേഡിയസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ബേരിയം, സ്ട്രോൺഷ്യം, മഗ്നീഷ്യം ആണ്. സോ ഗ്രൂപ്പ് 2 നമുക്കറിയാം. ഗ്രൂപ്പ് 2 ഏതാണ്? ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഗ്രൂപ്പ് 2 ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഓക്കെ, ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം അല്ലേ പോവുക. ഡൗൺ ദ ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഡൗൺ ദ ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയെ ഇൻക്രീസ് ചെയ്യുന്നു. സോ അറ്റോമിക് റേഡിയെ ഏറ്റവും കൂടുതൽ ബേരിയം, ദെൻ സ്ട്രോൺഷ്യം, അത് കഴിഞ്ഞ് കാൽഷ്യം, അത് കഴിഞ്ഞ് മഗ്നീഷ്യം. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? ബേരിയത്തിനാണ് ഏറ്റവും കൂടുതൽ. ബേരിയം കഴിഞ്ഞാൽ സ്ട്രോൺഷ്യത്തിനാണ്, സ്ട്രോൺഷ്യം കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിനാണ്. സോ അറ്റോമിക് റേഡിയയുടെ ഓർഡർ കറക്റ്റ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. സോ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഫ്ലൂറിന് കൂടുതൽ, ഓക്സിജൻ അത് കഴിഞ്ഞ് ദെൻ നൈട്രജൻ എന്നാണ് പറഞ്ഞത്. സോ നമുക്കറിയാം ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9, 1s2 2s2 2p5 കിട്ടും. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, 1s2 2s2 2p4 കിട്ടും. ദെൻ അത് കഴിഞ്ഞ് നൈട്രജൻ അറ്റോമിക് നമ്പർ 7, 1s2 2s2 2p3. സോ കൺസിഡറിങ് ദ 2 എലമെന്റ്സ് നമുക്ക് ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്ത്? ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ, നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഹാഫ്ലി ഫിൽഡ് p ഓർബിറ്റൽ വന്നാൽ അതിന് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ ഓർഡർ ഇങ്ങനെ വരൂ: ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ നൈട്രജൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. സോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി തെറ്റാണെന്ന് മനസ്സിലായി. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയി വരിക. തേർഡ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡർ കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ക്ലോറിന് ഫ്ലൂറിനേക്കാൾ ഇലക്ട്രോൺ അഫിനിറ്റി വന്നു? ബിക്കോസ് ഓഫ് ദ സൈസ്, ആറ്റത്തിന്റെ സൈസ്, ഇലക്ട്രോണിക് റിപ്പൾഷൻ എന്നിവയാണ് കാരണങ്ങൾ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡൗൺ ദ ഗ്രൂപ്പിൽ കുറയുന്നു. സോ ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ, ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡർ, അറ്റോമിക് റേഡിയസിന്റെ ഓർഡർ എന്നിവ കറക്റ്റ് ആണ്. സോ നമുക്കപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് മക്കളെ? ആൻസർ ആയിട്ട് വരുന്നത് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജന്റെ ഓർഡർ തന്നിരിക്കുന്നത് തെറ്റാണ്. നൈട്രജന് ഹാഫ്ലി ഫിൽഡ് p ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് നൈട്രജൻ ആണ് ഓക്സിജനേക്കാൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായി വരിക. ക്വസ്റ്റ്യൻ നമ്പർ 16. The decreasing order of the size of the following ions is എന്നതാണ് ചോദ്യം. സോ പ്രത്യേകിച്ച് അതിനകത്ത് ഒരാവശ്യമില്ല, നമുക്ക് പറയാൻ പറ്റും H മൈനസ് Li പ്ലസ് H പ്ലസ്. H പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ലല്ലോ. H പ്ലസ് ഒരു ഇലക്ട്രോൺ ആയിരുന്നു, അതിനെ കൊടുത്തു H പ്ലസ്. H മൈനസ് Li പ്ലസ്.
എച്ച് മൈനസ് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ, Li പ്ലസ് എന്ന് വെച്ചാലും 2 ഇലക്ട്രോൺ. സോ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട്. ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അലൂമിനിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സോഡിയം ഉണ്ട്. ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എലമെന്റ്സിന്റെ എല്ലാം സബ്ഷെൽ ഒന്ന് എഴുതാം. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം 1s2, 2s2, 2p6, 3s1, 1s2, 2s2, 2p6, 3s2, 1s2, 2s2, 2p6, 3s2, 3p1. First one, the first ionization potential of aluminum is less than the first ionization potential of magnesium. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അലൂമിനിയത്തിന്റെ പിയിൽ നിന്നൊരു ഇലക്ട്രോൺ പോകണം, മഗ്നീഷ്യത്തിന്റെ എസിൽ നിന്നൊരു ഇലക്ട്രോൺ പോകണം. മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് എസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവുക എന്ന് പറയുന്നത് കുറച്ച് എനർജി കൂടുതൽ കൊടുക്കണം. അലൂമിനിയത്തിന്റെ കേസിൽ അത്രയ്ക്ക് എനർജി വേണ്ട, പിയിൽ ഒരു ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. സോ ദ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് കുറവായിരിക്കും, മഗ്നീഷ്യം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ബിക്കോസ് ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സോഡിയം. സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6 എന്നും മഗ്നീഷ്യത്തിൻ്റെത് 1s2, 2s2, 2p6, 3s1 എന്നും ആകും. കാരണം ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഓരോ ഇലക്ട്രോൺ ലെസ് ആണല്ലോ മക്കളെ. അപ്പോൾ സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ മഗ്നീഷ്യം നോക്കുമ്പോൾ എസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, സോഡിയം നോക്കുമ്പോൾ 6 ഇലക്ട്രോൺ ഉണ്ട്, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ സോഡിയവും മഗ്നീഷ്യവും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതലായി വരിക? സോഡിയത്തിനാണ് കൂടുതലായി വരിക. ഇവിടെ തന്നിരിക്കുന്നത് നോക്ക്, ദ സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം ഈസ് ഗ്രേറ്റർ. ഈസ് ഇറ്റ് ട്രൂ? അല്ല, അതെന്തല്ല, കറക്റ്റ് അല്ല. മഗ്നീഷ്യത്തിന്റെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, സോഡിയത്തിന്റെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് പിയിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. സോ എനിക്ക് പറയാം ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. The first ionization potential of sodium is less than the first ionization potential of magnesium. കറക്റ്റ് ആണ്. സോഡിയത്തിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ മതി. മഗ്നീഷ്യത്തിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. The third ionization potential of magnesium is greater than third ionization potential of aluminum. Correct statement. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ്. കാരണം എന്താണ്? സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സോഡിയം എന്ന് പറയുമ്പോൾ സോഡിയത്തിന്റെ പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺസുകളാണ് ഉള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ആൻസർ ഏതാണ് കിട്ടിയത് എന്ന് മനസ്സിലായല്ലോ. ആൻസർ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? The second ionization potential of magnesium is greater than the second ionization potential of sodium. Question number 18 ലേക്ക് പോവുകയാണ്. In the periodic table with the increase in atomic number increase ചെയ്യുന്നു. Metallic character of an element, metallic character എങ്ങനെയാണ്? സോ അത് രണ്ട് രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. എന്താണ് ഗ്രൂപ്പിൽ വരുന്ന വേരിയേഷൻ, എന്താണ് പീരീഡിൽ വരുന്ന വേരിയേഷൻ? മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടണം. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഗ്രൂപ്പിലാണ് കൂടുതൽ. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി പീരീഡിലാണ് കൂടുതൽ. സോ എനിക്ക് ഇങ്ങനെ പറയാം, the periodic table with increase in atomic number, the metallic character of element decrease in period and increase in group. Okay, so option A is the right one. ഓർമ്മയിൽ നിൽക്കാം, മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരാണ് മെറ്റൽസ്, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 18 ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വൺ.
ക്വസ്റ്റ്യൻ നമ്പർ 19. Among magnesium 2+, aluminum 3+, which will have the largest and smallest size? So നമുക്ക് ഇങ്ങനെ എടുക്കാം, magnesium Mg+, aluminum 3+. So comparing magnesium and aluminum, മഗ്നീഷ്യത്തിനല്ലേ ലാർജസ്റ്റ് സൈസ്? മഗ്നീഷ്യത്തിനല്ലേ ലാർജസ്റ്റ് സൈസ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ മഗ്നീഷ്യത്തിനാണ് ലാർജസ്റ്റ് സൈസ്. സോ അലൂമിനിയം എനിക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി മഗ്നീഷ്യം 2+ഉം കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ്? മഗ്നീഷ്യത്തിന് തന്നെയല്ലേ സൈസ്? കാറ്റയോൺസിന് പേരന്റ് ആറ്റത്തേക്കാൾ സൈസ് കുറവല്ലേ? കാറ്റയോൺസിന് പേരന്റ് ആറ്റത്തേക്കാൾ സൈസ് കുറവല്ലേ? അപ്പൊ മഗ്നീഷ്യത്തിനാണ് എന്ത് കൂടുതൽ? ലാർജസ്റ്റ് സൈസ് കൂടുതൽ മഗ്നീഷ്യത്തിനാണ്. ഓക്കെ, മഗ്നീഷ്യത്തിന് ലാർജസ്റ്റ് സൈസ്. ഇനി അപ്പോ Mg2+, Al3+. അപ്പൊ ഇനി നമ്മൾ ആരെ വെച്ച് പറഞ്ഞാൽ മതി? അലൂമിനിയം 3+ വെച്ചിട്ട് വേണം സ്മോളസ്റ്റ് സൈസ് പറയാം. അപ്പൊ നമുക്കറിയാം പേരന്റ് ആറ്റത്തേക്കാൾ സൈസ് കുറവ് ആർക്കായിരിക്കും? കാറ്റയോണിനല്ലേ. ഒന്ന്, അതായത് മഗ്നീഷ്യം അലൂമിനിയം കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ ഗ്രൂപ്പും പീരീഡും വെച്ചിട്ടുള്ള കൺസെപ്റ്റ്, അതായത് പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറയുന്നു. അപ്പോൾ മഗ്നീഷ്യം കഴിഞ്ഞാണ് അലൂമിനിയം വരുന്നത്, സെയിം പീരീഡ് ആണ്, അതുകൊണ്ട് മഗ്നീഷ്യത്തിന് സൈസ് കൂടുതലായി. ഇനി അലൂമിനിയം 3+ വെക്കുമ്പോൾ കാറ്റയോണും പേരന്റ് ആറ്റവും തമ്മിലുള്ള റിലേഷൻ ആണ്. കാറ്റയോണും പേരന്റ് ആറ്റവും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ പേരന്റ് ആറ്റത്തിനാണ് സൈസ് കൂടുതൽ കാറ്റയോണിനേക്കാൾ. അപ്പോ അലൂമിനിയം 3+ന് സ്മോളസ്റ്റ് സൈസ് വരും. അപ്പോ അലൂമിനിയം 3+ന് സ്മോളസ്റ്റ് സൈസും മഗ്നീഷ്യത്തിന് ലാർജസ്റ്റ് സൈസും വരുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്തേ ഉള്ളൂ? ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതേതാണ്? Mg and Al3+. Option A is the right one. Question number 20. The order of increasing size of atomic radii among the element oxygen, sulfur, selenium, arsenic. So നമുക്കറിയാം ഓക്സിജൻ, സൾഫർ, സെലീനിയം, ആഴ്സനിക്കിന്റെ അറ്റോമിക് റേഡിയെ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോ ഓക്സിജൻ ഫാമിലി എങ്ങനെയാണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം എന്നാണ് പോവുക. ഫ്ലൂറിന്റെ ഫാമിലി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഏതാണ് വരിക? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ആഴ്സനിക്. ഡൗൺ ദ ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 21. Fluorine does not form any polyhalide as other halogen because മറ്റ് ഹാലജൻസ് പോളിഹാലൈഡ്സ് ഫോം ചെയ്യുമ്പോൾ ഫ്ലൂറിൻ എന്തുകൊണ്ട് പോളിഹാലജൻസ് ഫോം ചെയ്യുന്നില്ല? ഫ്ലൂറിൻ പോളിഹാലജൻസ് ഫോം ചെയ്യാത്തതിന്റെ കാരണം ഫ്ലൂറിന്റെ 2 ഷെല്ലുകളാണുള്ളത്. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ എത്രയാണ്? ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ് ഫ്ലൂറിൻ നമ്മൾ പറയുന്നത്. സോ ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആകുമ്പോൾ 1s2 2s2 2p5. ഓക്കെ, സോ പോളിഹാലജൻസ് ഫോം ചെയ്യണമെങ്കിൽ ഇതിൽ ഡി ഓർബിറ്റൽ വേണ്ടേ? ഫ്ലൂറിന്റെ കേസിൽ എന്തില്ല? ഡി ഓർബിറ്റൽ ഇല്ല. അപ്പോൾ എന്തായിരിക്കും കാരണം? ക്ലോറിൻ, ബ്രോമിൻ, അയഡിനിലേക്കൊക്കെ വരുമ്പോൾ ഡി ഓർബിറ്റൽസ് ഉണ്ട്, ഫ്ലൂറിനിൽ എന്തില്ല? ഡി ഓർബിറ്റൽസ് ഇല്ല. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. എന്താണ് ആൻസർ? ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ ആണ് റീസൺ ആയിട്ട് വരിക. Question number 22. The question related to isoelectronic species. Isoelectronic species-ഉമായി റിലേറ്റഡ് ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ നോക്കിക്കേ, നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? സോഡിയം Na+, മഗ്നീഷ്യം Mg2+, ഫ്ലൂറിൻ F- ആൻഡ് O2-. The correct order of increasing length എന്നാണ് ചോദ്യം. എന്താണ് ഇൻക്രീസിംഗ് ലെങ്ത്? അയോണിക് റേഡിയസിന്റെ ലെങ്ത്. അപ്പോൾ അയോണിക് റേഡിയസിന്റെ ലെങ്ത് എന്ന് ചോദ്യം വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? കാറ്റയോൺസ് വിത്ത് പോസിറ്റീവ് ചാർജ് അല്ലെ? കാറ്റയോൺ പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ്, പോസിറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അറ്റോമിക് റേഡിയസ് കുറവായിരിക്കും,
നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അറ്റോമിക് റേഡിയസ് കൂടുതലായിരിക്കും. സോ ഹിയർ ഓക്സിജൻ O2- എന്ന് പറയുന്നതും Mg2+ എന്ന് പറയുന്നതും കൺസിഡർ ചെയ്യുമ്പോൾ O2- എന്ത് കൂടുതലായിരിക്കും? ആനയോൺ വിത്ത് ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് അല്ലേ? സോ O2- ലെങ്ത് കൂടുതൽ, Mg2+ ലെങ്ത് കുറവ്, കാറ്റയോൺ വിത്ത് ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ്. സോ അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക. O2-, ദെൻ അത് കഴിഞ്ഞിട്ട് ചാർജ് കുറയുന്നത് F-, ദെൻ അത് കഴിഞ്ഞ് Na+, ദെൻ അത് കഴിഞ്ഞ് Mg2+. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ ലെങ്ത് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയെ കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ 2 പോയിന്റുകൾ നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കണം. ഒന്ന്, കാറ്റയോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. പോസിറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ സൈസ് കുറവായിരിക്കും. നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ സൈസ് കൂടുതലുമായിരിക്കും. ഈ 2 പോയിന്റുകൾ ഓർമ്മയിൽ വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 23 നമ്മൾ ഇനി പോവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്ടിനോയിഡ്? ആക്ടിനോയിഡ് അല്ലാത്തത് ഏത്? സോ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ലാന്തനോയിഡ്സ് ഉണ്ട്, ആക്ടിനോയിഡ്സ് ഉണ്ട്. ലാന്തനോയിഡ് അറ്റോമിക് നമ്പർ 58 to 71, ആക്ടിനോയിഡ് അറ്റോമിക് നമ്പർ 90 to 103. സോ ക്യൂറിയം ഒരു ആക്ടിനോയിഡ് ആണ്, കാലിഫോർണിയം ഒരു ആക്ടിനോയിഡ് ആണ്, യുറേനിയം ഒരു ആക്ടിനോയിഡ് ആണ്, ബട്ട് ടെർബിയം എന്ന് പറയുന്നത് ലാന്തനോയിഡ് ആണ്. സോ ആൻസർ ഏതായിരിക്കും വരിക? ആൻസർ ഏതായിരിക്കും വരിക മക്കളെ? ടെർബിയം അല്ലേ വരിക? ടെർബിയം എന്താണ്? ലാന്തനോയിഡ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24 നമ്മൾ ഇനി പോവുക. The order of screening effect. Okay, we already know that what is screening effect or shielding effect എന്താണെന്ന് നമുക്കറിയാം. അത് sp-d-f ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിൽ എങ്ങനെയാണ്? സോ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ളത് S, then P, then D, then F. അപ്പോൾ ഓർഡർ ഓഫ് സ്ക്രീനിങ് ഓഫ് എഫക്റ്റ് എങ്ങനെയായിരിക്കും വരിക? എസ്സിലെ ഇലക്ട്രോണിനായിരിക്കും കൂടുതൽ, അത് കഴിഞ്ഞ് പിയിലെ ഇലക്ട്രോൺ, ദെൻ ഡിയിലെ ഇലക്ട്രോൺ, ദെൻ എഫിലെ ഇലക്ട്രോൺ. സോ ക്വസ്റ്റ്യൻ നമ്പർ 24 ഏതാണ് വരിക? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. പെനിട്രേഷൻ പവർ നമുക്ക് പറയാം. ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ അല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാം. സോഡിയം അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പോൾ 281 അല്ലേ? ദെൻ 282, 283, 284. ഇവിടെ മഗ്നീഷ്യത്തിന് മാത്രമായിരിക്കും ഫുള്ളി ഫിൽഡ് എസ് ഓർബിറ്റൽ ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ മഗ്നീഷ്യത്തിന് ആരേക്കാൾ കൂടുതലായിരിക്കും? അലൂമിനിയത്തേക്കാൾ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയല്ലേ നമുക്ക് വരിക? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, സോഡിയത്തിന് ഏറ്റവും കുറവ്, ദെൻ അത് കഴിഞ്ഞ് അലൂമിനിയം, ദെൻ അത് കഴിഞ്ഞ് മഗ്നീഷ്യം, അത് കഴിഞ്ഞ് സിലിക്കൺ. ഇങ്ങനെ ഒരു ഓർഡറല്ലേ വരിക? എന്തുകൊണ്ട് അലൂമിനിയത്തേക്കാൾ കൂടുതൽ മഗ്നീഷ്യത്തിന് വന്നു? മഗ്നീഷ്യത്തിനകത്ത് ഹാഫ്ലി ഫിൽഡ് എസ് ഓർബിറ്റൽ ഉണ്ട്. സോ ആൻസർ അപ്പോൾ ഏതാണ് വരിക? ഇതേ ഓർഡറിൽ വരുന്ന ആൻസർ ഏതേ ഉള്ളൂ? സോഡിയം ലെസ് ദാൻ മഗ്നീഷ്യം, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ അലൂമിനിയം, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സിലിക്കൺ. ഓർമ്മയിൽ നിൽക്കുക, മഗ്നീഷ്യത്തിൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ ഉള്ളത് കൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗഡോലിനിയം. ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗഡോലിനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതൊരു ലാന്തനോയിഡ് ആണ്. അറ്റോമിക് നമ്പർ 64 ആണ്. കറക്റ്റ് ഓപ്ഷൻ എന്ത് വരും? സിനോൺ 4f7 5d1 6s2. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27.
ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അത് പീരിയോഡിക് ക്ലാസിഫിക്കേഷന് കറക്റ്റ് അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഫസ്റ്റ് ക്ലാസ് പോയിന്റ് ഇതാണ്. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ. ദാറ്റ് ഈസ് ദ ബേസിക് വൺ അല്ലേ. അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. നോൺ മെറ്റാലിക് എലമെന്റ്സ് ആർ ലെസ് ഇൻ നമ്പർ ദാൻ മെറ്റാലിക് എലമെന്റ്സ്. അതായത് നോൺ മെറ്റാലിക് എലമെന്റ്സിന്റെ എണ്ണം കുറവ്, മെറ്റാലിക് എലമെന്റ്സിന്റെ എണ്ണം കൂടുതൽ. തീർച്ചയായും നമുക്കറിയാം പി ബ്ലോക്കിൽ വളരെ കുറച്ച് 20-22 നോൺ മെറ്റൽസ് മാത്രമേ ഉള്ളൂ. അപ്പം മെറ്റാലിക് എലമെന്റ്സ് ആണ് കൂടുതൽ, നോൺ മെറ്റാലിക് എലമെന്റ്സ് കുറവാണ്. For transition elements, the 3d orbitals are filled with electrons after 3p orbitals and 4s orbital. It is not true. അല്ലേ, നമുക്കറിയാലോ ഓഫ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് 3s ഇലക്ട്രോൺ നിറയുന്നു, then 3p ഇലക്ട്രോൺ നിറയുന്നു. 3p കഴിഞ്ഞാൽ 4s ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ 3d ഇലക്ട്രോൺസുകൾ നിറയാറുള്ളൂ. ഓഫ് പ്രിൻസിപ്പിളിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺസിനെ ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? റോങ് ആണ്. തേർഡ് വൺ. The first ionization enthalpies of elements generally increases with increase in atomic number as we go along a period. ഇവിടെ generally എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതല്ല എങ്കിൽ നമ്മൾക്ക് മഗ്നീഷ്യത്തിന്റെയും നൈട്രജന്റെയും എക്സെപ്ഷൻസ് പറയേണ്ടിയിരിക്കണമായിരുന്നു. പക്ഷെ ജനറൽ ട്രെൻഡ് മാത്രമാണ് അവിടെ പറഞ്ഞത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 27 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 27 ഓപ്ഷൻ സി. ദിസ് വൺ ഈസ് ദ റൈറ്റ് വൺ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓഫ് പ്രിൻസിപ്പിൾ. ഓഫ് പ്രിൻസിപ്പിൾ ആണ് എങ്കിൽ 3p കഴിഞ്ഞ് 4s ആണ്. 4s കഴിഞ്ഞ് മാത്രമേ 3d ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യാറുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 28. Among halogens, the correct order of amount of energy released in electron gain, that is electron gain enthalpyയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണും പൂട്ടി മക്കളെ ആൻസർ പറയാം. ഫ്ലൂറിൻ ലെസ് ദാൻ, ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. ബിക്കോസ് ക്ലോറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ ഒരു ചേഞ്ച് വന്നു? ഫ്ലൂറിൻ ലെസ് ദാൻ, ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ എന്നൊരു ഓപ്ഷൻ വന്നു. എന്തുകൊണ്ട് ഫ്ലൂറിന് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഫ്ലൂറിന്റെ സൈസ് വളരെ ചെറുതാണ്. ഫ്ലൂറിന്റെ സൈസ് ചെറുതായത് കൊണ്ട് തന്നെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ എലമെന്റ്സിന് കുറച്ച് അൺസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് വന്നത്? ക്ലോറിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുകയും ഫ്ലൂറിന് കുറയുകയും ചെയ്തത്. പക്ഷെ ബ്രോമിനും അയഡിനും മറ്റു ചേഞ്ചുകൾ ഒന്നും തന്നെ ഇല്ല. The period number in the long form of the periodic table is equal to maximum principal quantum number of the element. എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ എന്നാണല്ലോ നമ്മളിവിടെ പറയുന്ന പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ അതെന്താണ്? മാക്സിമം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ? മാക്സിമം ഷെൽ, ഹൈയസ്റ്റ് ഷെൽ നമ്പർ അല്ലേ നമ്മൾ പീരിയഡ് ആയിട്ട് പറയുക? ഹൈയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് മാക്സിമം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. സപ്പോസ് സോഡിയം തന്നെ എടുത്താൽ 1s2, 2s2, 2p6, 3s1. പീരിയഡ് നമ്പർ 3 ആണ്. ഇതാണ് അതിന്റെ മാക്സിമം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. maximum principal quantum number of any element of the period. Okay, so the next one, the elements in which electrons are progressively filled in 4f orbital. 4f orbital fill ചെയ്യുന്നത് ഏതാണ്? ലാന്തനോയിഡ്സ്. 4f orbital ഏതാണ്? ലാന്തനോയിഡ്സ് ആണ് 4f ഓർബിറ്റലിൽ ഫില്ല് ചെയ്യാറുള്ളത്. Question number 31. Which of the following is the correct order of size of the given species? So തന്നിരിക്കുന്നത് അയഡിനുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ അയഡിൻ തന്നെയുണ്ട്. അപ്പോൾ അയഡിൻ എന്ന് പറയുന്നത് പേരന്റ് ആറ്റമാണ്. I- എന്ന് പറയുന്നത് ആനയോൺ ആണ്. I+ എന്ന് പറയുന്നത് കാറ്റയോൺ ആണ്. സോ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലോ. പേരന്റ് ആറ്റത്തേക്കാൾ സൈസ് കൂടുതലായിരിക്കും ആനയോണിന്.
പേരന്റ് ആറ്റത്തേക്കാൾ സൈസ് കുറവായിരിക്കും കാറ്റയോണിന്. സോ കണ്ണും പൂട്ടി ആൻസർ ചെയ്ത് പറയാം. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ പറയാൻ പറ്റുക. പേരന്റ് ആറ്റത്തേക്കാൾ സൈസ് കൂടുതൽ ആനയോണിന്, പേരന്റ് ആറ്റത്തേക്കാൾ സൈസ് കുറവ് കാറ്റയോണിന്. സോ ആൻസർ ഈസ് I minus greater than I plus. Among the following, the third ionization energy is highest for. So magnesium, boron, beryllium, aluminium. Magnesium atomic number 12, boron atomic number 5, beryllium atomic number 4, aluminum atomic number 30. That is hydrogen, helium, lithium, beryllium. So beryllium atomic number 4, boron atomic number 5, magnesium atomic number 12, aluminum atomic number 13. Third ionization energy നമുക്ക് ബോറോണിലേക്ക് ഒന്ന് നോക്കാം. ബോറോണിൽ 3 ഇലക്ട്രോൺസ് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അതിന്റെ കോൺഫിഗറേഷൻ ഇനേർട്ട് ഗ്യാസ് ആകത്തില്ലേ? 1s2 അല്ലേ? 1s2, 2s2, 2p1. അപ്പൊ അതെന്തായി കഴിഞ്ഞു? 1s2. അപ്പൊ അതിനെന്തായിരിക്കും? ആ ന്യൂക്ലിയസിനോട് അടുത്തുള്ള ഷെല്ലാണ്. അതിന് കൂടുതൽ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? ഇലക്ട്രോണിനെ ഇനി റിമൂവ് ചെയ്യാൻ പറ്റൂ. സോ ആൻസർ ഈസ് ബോറോൺ. എമംഗ് ദ ഫോളോയിങ് ദ തേർഡ് അയണൈസേഷൻ എനർജി. ഓക്കെ, തേർഡ് അയണൈസേഷൻ എനർജി കൂടുതലുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 32. Question number 33. Electron affinity is maximum for chlorine. കാരണം എന്താണ്? ഫ്ലൂറിന് സൈസ് കുറവല്ലേ? ഫ്ലൂറിന് സൈസ് കുറവായതുകൊണ്ട് റിപ്പൾഷൻ ഉണ്ടായിരിക്കും. ക്ലോറിന് റിപ്പൾഷൻ ഇല്ല. സോ ക്ലോറിനാണ് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിട്ടുണ്ടാവുക. Which of the following ions has the smallest radius? Listen to the question. ഈ 4 ഓപ്ഷനും എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ പ്രത്യേകത എന്താണ്? കാറ്റയോൺസിന് സൈസ് കുറവായിരിക്കും, ആനയോൺസിന് സൈസ് കൂടുതലായിരിക്കും. സ്മോളസ്റ്റ് റേഡിയസ് ആണ് ചോദിച്ചത്. അപ്പൊ എന്താണ്? സ്മോളസ്റ്റ് റേഡിയസ് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അത് കാറ്റയോണിനായിരിക്കും കിട്ടുക. കാറ്റയോണിൽ ആർക്കായിരിക്കും കിട്ടുക? കാറ്റയോണിൽ പോസിറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ്. പോസിറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ആർക്കാണ്? കാൽഷ്യത്തിനല്ലേ? പോസിറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് കാൽഷ്യത്തിനാണ്. സോ Ca2+. അതിനാണ് എന്ത്? സ്മോളസ്റ്റ് റേഡിയസ് ഉള്ളത്. ആർക്കാണ്? Ca2+. ക്വസ്റ്റ്യൻ നമ്പർ 35. വിച്ച് സെറ്റ് ഷോ ഇനേർട്ട് പെയർ എഫക്ട്? പി ബ്ലോക്ക് എലമെന്റ്സിലാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്ട് പറയുക. വാട്ട് ഈസ് ഇനേർട്ട് പെയർ എഫക്ട്? റിലക്റ്റൻസ് ഓഫ് എസ് ഓർബിറ്റൽ. എസ് ഓർബിറ്റലിലെ 2 ഇലക്ട്രോൺസിന് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള വിമുഖത, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് മടി, അതിനാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറയുക. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോഴാണ് ഇനേർട്ട് പെയർ എഫക്ട് കാണാറുള്ളത്. ഗ്രൂപ്പിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കുറവുണ്ടായിരിക്കും. സോ ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അതിനായിരിക്കും മോർ സ്റ്റേബിൾ. അയൺ, കൊബാൾട്ട്, നിക്കൽ ഡി ബ്ലോക്കിലാണ്. സോ അത് വരില്ല. ബോറോൺ, അലൂമിനിയം, ഗാലിയം നോക്കിക്കേ. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. സോ ആദ്യത്തെ 3 എലമെന്റ്സ് ആയതുകൊണ്ട് ഇനേർട്ട് പെയർ എഫക്ട് പറയാൻ പറ്റില്ല. അടുത്തത് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. സോ ഹിയർ ദിസ് ഈസ് എ കാർബൺ ഫാമിലി. ഈ കാർബൺ ഫാമിലിയിലെ ലാസ്റ്റ് 3 അല്ലേ വന്നേ? ജെർമേനിയം, ടിൻ, ലെഡ്. സോ അവിടെ എന്ത് നമുക്ക് കാണാം? ഇനേർട്ട് പെയർ എഫക്ട് കണ്ടൂടെ? സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. ഹീലിയം, നിയോൺ, ആർഗൺ നോബിൾ ഗ്യാസ് ആണ്. അവിടെ ഇനേർട്ട് പെയർ എഫക്ട് നമ്മൾ പറയാറില്ല. ക്വസ്റ്റ്യൻ നമ്പർ 36. ഇറ്റ്സ് എ 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ലൈറ്റസ്റ്റ് ലിക്വിഡ് മെറ്റൽ, ദാറ്റ് ഈസ് മെർക്കുറി. മെർക്കുറി ആണ് ലൈറ്റസ്റ്റ് ലിക്വിഡ് മെറ്റൽ. അതിന് മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 37. സ്ക്രീനിങ് എഫക്ട് ഈസ് നോട്ട് ഒബ്സർവ്ഡ് ഇൻ. സ്ക്രീനിങ് എഫക്ട് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഷെല്ലുകൾ വേണമെന്ന് നമുക്കറിയാലോ. ഇന്നർ ഷെല്ലുകളാണല്ലോ ഔട്ടർ ഷെല്ലിൽ സ്ക്രീനിങ് എഫക്ട് ചെയ്യാറുള്ളത്. സോ ഹീലിയം അറ്റോമിക് നമ്പർ അറിയാം. ഹീലിയം പ്ലസ് ആകുമ്പോൾ അത് 1s1 ആണ്.
ലിഥിയം 2+ ആകുമ്പോഴും 1s1 ആണ്, ബെർലിയം 3+ ആകുമ്പോഴും 1s1 ആണ്. ഹിയർ ഇവിടെ എന്താണ്, ഒരൊറ്റ ഷെല്ലല്ലേ ഉള്ളൂ, ഒരൊറ്റ ഷെല്ല് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ സ്ക്രീനിങ് എഫക്റ്റ് പോസിബിൾ ആണോ? സ്ക്രീനിങ് എഫക്റ്റ് പോസിബിൾ അല്ല. സോ ആൻസർ ഏതായിരിക്കും വരിക? ആൻസർ നൺ ഓഫ് ദിസ് അല്ലേ? ആൻസർ ഏത് വരും? ബാക്കിയെല്ലാം 1s1 ആണല്ലോ മക്കളെ. അപ്പോൾ 1s1 ആകുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ ഡയറക്റ്റ് ആ ഷെല്ലിലേക്ക് വരും. ആ ഷെല്ല് കഴിഞ്ഞ് വേറെ ഷെല്ലുകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 38. Electronegativity and electron affinity of an element A, X, Y respectively, hence ionization potential. This question is related to electronegativity scale, simply Mulliken electronegativity. So he says that അദ്ദേഹം എന്താ പറഞ്ഞത്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അയണൈസേഷൻ പൊട്ടൻഷ്യലിന്റെയും ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂസിന്റെയും സമ്മിന്റെ ആവറേജ് ആണ്. നമുക്കിവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എക്സ് എന്ന് തന്നിട്ടുണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തെന്ന് തന്നിട്ടുണ്ട്? എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി എക്സ് എന്ന് തന്നിട്ടുണ്ട്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ എനിക്ക് അറിയില്ല, സോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ അതുപോലെ കൊടുക്കുന്നു. ഇലക്ട്രോൺ അഫിനിറ്റി y/2. സോ ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2x is equal to അയണൈസേഷൻ പൊട്ടൻഷ്യൽ പ്ലസ് y. അപ്പൊ എന്താ? അയണൈസേഷൻ പൊട്ടൻഷ്യൽ is equal to 2x minus y. അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ത് കിട്ടി എനിക്ക്? 2x minus y എന്നുള്ള ആൻസറിലേക്ക് എത്താം. ക്ലിയർ? അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്താ കിട്ടിയേ? 2x minus y. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. ക്ലിയർ? സോ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൂടെ ഓർമ്മയിൽ നിൽക്കുക. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഈക്വൽ ടു അയണൈസേഷൻ പൊട്ടൻഷ്യൽ പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി ബൈ 2. Out of fluorine, chlorine, bromine, iodine, the most oxidizing agent. Oxidizing agent means reduction. അല്ലേ? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടക്കണമെങ്കിൽ എന്താ നടക്കുക? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അല്ലേ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണല്ലോ. അപ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഇവിടെ കൂടുതൽ നടക്കാൻ സാധ്യത ആർക്കാ? ഫ്ലൂറിൻ അല്ലേ? സോ ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ഫ്ലൂറിൻ ആണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 40. The ionization potential of nitrogen is, നമുക്ക് ഓക്സിജനും നൈട്രജനുമാണ് കമ്പയർ ചെയ്യേണ്ടത്. നമുക്കറിയാം നൈട്രജന് പാർഷ്യലി ഫിൽഡ് പി ഓർബിറ്റൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ നൈട്രജന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഓക്സിജനേക്കാൾ കൂടുതലായിരിക്കും. സോ എനിക്ക് പറയാം എന്താ? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് oxygen. Ionization potential of nitrogen is greater than that of oxygen. കാരണം p subshell halfly filled ആണ്. The factors that influence the ionization energy. ആറ്റത്തിന്റെ സൈസ് അയണൈസേഷൻ എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ന്യൂക്ലിയസിലെ ചാർജ്, സ്ക്രീനിങ് എഫക്ട്, ഇതെല്ലാം നമ്മൾ തിയറി ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഈ 3 ഫാക്ടേഴ്സിന്റെയും കാര്യം സൈസ്, ദാറ്റ് ഈസ് അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, സ്ക്രീനിങ് എഫക്ട്. അപ്പോൾ അയണൈസേഷൻ എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഓൾ ദ എബോവ്, മുകളിലുള്ള 3 എണ്ണവും ഇൻഫ്ലുവൻസ് ചെയ്യും. Going down in a group from fluorine to iodine, which of the following property increases? Fluorine, chlorine, bromine, iodine. ഏത് പ്രോപ്പർട്ടിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? എന്തായാലും അറിയാം, അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അയണൈസേഷൻ എനർജി ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ കുറയില്ലേ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതൽ, അപ്പോൾ അയണൈസേഷൻ എനർജി കുറയും. ഓക്സിഡൈസിങ് ഏജന്റ് ഫ്ലൂറിൻ ആണ്, അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് അതും കുറയും. ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഡൗൺ ദ ഗ്രൂപ്പ് കുറയും. സോ അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അയോണിക് റേഡിയസ് ഡൗൺ ദ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുന്നു. ബാക്കിയുള്ള 3 എണ്ണം എന്താണ്? ഡിക്രീസ് ചെയ്യുന്നതായിട്ടും ഒബ്സർവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുമായി റിലേറ്റ് ചെയ്തതാണ്. ഇതിൽ ഏതിനാണ് ലാർജസ്റ്റ് സൈസ് എന്നതാണ് ചോദ്യം. ലാർജസ്റ്റ് സൈസ് വരുന്നത് ആനയോണിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആനയോണിൽ ആർക്കാണ്? നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ഉള്ളതിനാണ് സൈസ് കൂടുതൽ. ഹിയർ നെഗറ്റീവ് ചാർജ് വിത്ത് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് സൾഫറിലാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. സോ ആൻസർ അപ്പോൾ ഏതായിരിക്കും?
S2 മൈനസ്. കോവാലന്റ് റേഡിയസ് ഓഫ് നൈട്രജൻ ഈസ് 70 പൈക്കോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ബോറോണിന്റെ കോവാലന്റ് റേഡിയസ് നമുക്കറിയാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ റേഡിയസ് കുറയുന്നു. സോ നൈട്രജന് റേഡിയസ് 70 ആണ് എങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും ഓക്സിജന്റെ റേഡിയസ്. പക്ഷേ നൈട്രജന്റെ 70-നേക്കാൾ കൂടുതലായിരിക്കും ബോറോണിന് റേഡിയസ് വരിക. കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ 70-നേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഒറ്റ ഒരു വാല്യൂ ഉള്ളൂ, അത് 110 പൈക്കോമീറ്റർ ആണ്. അത് 110 പൈക്കോമീറ്റർ ആണ് വരിക. സോ ബോറോണിന്റെ അറ്റോമിക് റേഡിയേ എന്ന് പറയുന്നത്, കോവാലന്റ് റേഡിയേ എന്ന് പറയുന്നത് 110 പൈക്കോമീറ്റർ. എന്താണ്? 110 പൈക്കോമീറ്റർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഫെൽഡ് ബൈ എ 3D ഇലക്ട്രോൺ Cu+ന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമുക്കറിയാം. സ്ലാട്ടേഴ്സ് റൂൾ ഉപയോഗിച്ചാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കേണ്ടത്. സോ കോപ്പർ അറ്റോമിക് നമ്പർ 29, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10. എനർജി ഓർഡർ ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. 3d10, 4s1. Cu+ എന്നാണ് ഞാൻ പറയുന്നത് എങ്കിൽ എനിക്ക് പറയാൻ പറ്റും 4sലെ ഇലക്ട്രോൺ പോയി. സ്ലാട്ടേഴ്സ് റൂൾ അപ്ലൈ ചെയ്ത് ഞാൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ദാറ്റ് ഈസ് Z effective is equal to Z minus സിഗ്മയാണ്. സിഗ്മ വാല്യൂ സ്ലാട്ടേഴ്സ് റൂൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. Z അറ്റോമിക് നമ്പർ 29 മൈനസ് സിഗ്മ കണ്ടുപിടിക്കുമ്പോൾ 3d10ലെ ഒരു ഇലക്ട്രോൺ ആണ് നമ്മുടെ ടെസ്റ്റ് ഇലക്ട്രോൺ. അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കി 9 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഈ 9 ഇലക്ട്രോണിനും ഷീൽഡിംഗ് കോൺസ്റ്റന്റ് 0.35 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് പിന്നീടുള്ളത് 18, 6, 8, 10, 18 ആണ്. അതിന് സ്ക്രീനിങ് കോൺസ്റ്റന്റ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു 29 മൈനസ് എനിക്ക് കിട്ടുക 21.15 ആണ് കിട്ടുക. 9 into 0.35 plus 18 into 1 ചെയ്യുമ്പോൾ 21.15. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 7.85 എന്ന് കിട്ടും. മനസ്സിലായോ? സിഗ്മ കണ്ടുപിടിച്ചത് ഡിക്കും എഫിനും എങ്ങനെയാണ്? ആ ലാസ്റ്റ് വാലൻസ് ഇലക്ട്രോൺസിന്റെ അതിനകത്ത് എക്സ്ക്ലൂഡിംഗ് ഇലക്ട്രോൺ കഴിഞ്ഞതിനുള്ളതിനെ 0.35 വെച്ചിട്ടും റിമൈനിങ് ഇലക്ട്രോൺസിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എനിക്ക് 7.85 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം. ഏതിലേക്ക് എത്താം? 7.85 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 45 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ സെക്ഷനും ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. താങ്ക്